മക്കളെ, വെൽക്കം ബാക്ക് ടു എജ് റിപ്പോർട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണിത മിസ് ആണ്. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്, ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മിസ് കുറച്ച് നാളായിട്ട് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, എന്താണ്, ഒരു ഡിജിറ്റൽ ഡീടോക്സിനെ കുറിച്ചൊക്കെയായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ആ ഡിജിറ്റൽ ഡീടോക്സിനെ കുറിച്ച് മിസ്സേ കൂടുതൽ വീഡിയോ ചെയ്യാമോ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഫോൺ നോക്കി തന്നെയാണ് കൂടുതലായിട്ടും പഠിക്കുന്നത് അല്ലേ. അപ്പം നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ചോദിക്കും, ആ ഫോൺ എന്തിനാ ആവശ്യം, ഫോൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ എന്നാലും അല്ലേ, നമ്മൾ ഇത്രയും ടെക്നോളജിക്ക് അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഫോണ് അല്ലെങ്കിൽ ടാബ്, ലാപ്ടോപ്പ് ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് പഠിക്കുക എന്നുള്ളത് വലിയ വിഷമം തന്നെയാണ് അല്ലേ. നമ്മൾ ഏറ്റവും കൺവെൻഷണൽ ആയിട്ടുള്ള പഴയ രീതിയിൽ തന്നെ പഠിച്ചു പോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം കോമ്പറ്റേറ്റീവ് ആണ്, എല്ലാവരും കൂടുതൽ റിസോഴ്സസ് യൂസ് ചെയ്ത് പഠിക്കുന്നതാണല്ലോ. അപ്പൊ എല്ലാവർക്കും വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് മിസ്സേ ഫോണിൽ നോക്കി പഠിക്കുമ്പം അല്ലെങ്കിൽ ഞങ്ങൾ അല്ലേ ഓൺലൈനായിട്ട് പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്, അതായത് എങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മൈൻഡ് പോവാതെ എങ്ങനെ ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള അതിനെ ഒന്നായിട്ട് സോൾവ് ചെയ്യാമെന്ന് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞില്ല, എന്നാലും ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിനെ എന്താ പറയുക, നിങ്ങൾക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുക. വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കമൻസ്, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും കൂടുതൽ കാര്യം പറയുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റിൽ പറയുകയും ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത്. സോ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഫോക്കസ് മോഡ്. ഇത് എത്ര പേര് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഉണ്ട് എന്ന് അറിയാം എന്നുള്ളത് ഒരു സംശയമാണ്. കാരണം എല്ലാവരും ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അതിന്റെ സെറ്റിംഗ്സിനെ കുറിച്ച് കുറേ പേർക്കും ഇപ്പോഴും അവെയർ ആയിരിക്കില്ല എന്താണ് കാര്യങ്ങളുള്ളത്. മക്കൾ, നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഫോക്കസ് മോഡ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഓൺ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളിൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ചില ആപ്സ് ഒക്കെ ഉണ്ട്, ഗ്രോ എ ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇത്രയും സമയം, നമ്മളൊരു സമയം സെറ്റ് ചെയ്യാണ്, ഒരു 45 മിനിറ്റ്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 45 മിനിറ്റ്സിനോണ്ട് ഒരു ആനിമേറ്റഡ് ഒരു മരം വളരുന്ന പോലെയാണ്, ഒരു ആനിമേറ്റഡ് ഒരു ട്രീ വളരുന്ന പോലെയാണ്. അപ്പോൾ ആ ട്രീ വളർന്ന് കഴിയുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ ഇൻ കേസ് ആ ട്രീ വളർന്നതിനിടക്ക് നമ്മൾ ഫോൺ നോക്കുകയാണെങ്കിൽ അത് ചത്തുപോകും. അപ്പം നമുക്ക് ആ ഒരു വിഷമം വരുമല്ലോ, അത് കാരണം ഫോൺ നോക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് അത്ര ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ നോക്കിയായിരുന്നു, ഞാനത് ആദ്യം നോക്കിയായിരുന്നു. കാരണം നമ്മൾ ഫോൺ യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ അതൊന്നും അത്ര എഫക്റ്റീവായിട്ട് വരുന്നില്ല. അപ്പം ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഫോക്കസ് മോഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ് ടൂൾ നിങ്ങൾക്ക് കാണാം. പേരന്റൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ് ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഫോണിൽ കാണാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് iOS-ലും ആൻഡ്രോയിഡിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നത്, ഇപ്പം നിങ്ങൾ സ്നാപ്ചാറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അല്ലേ ഒക്കെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരും. നമ്മൾ കാര്യമായിട്ട് വീഡിയോ കാണുമോ പഠിക്കുമായിരിക്കും, ആ സമയത്തായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ അറിയാണ്ട് അതിലേക്ക് അങ്ങ് പോകും. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ആ നോട്ടിഫിക്കേഷൻ എന്താണ് വന്നത്, അല്ലെ ആരാണ് മെസ്സേജ് ഇട്ടത്, അല്ലെങ്കിൽ ആരാണ് ഒരു ഹാർട്ട് ഇട്ടത് എന്ന് നോക്കാൻ വേണ്ടി മാത്രം കയറിയതായിരിക്കും. പക്ഷെ നമ്മൾ പിന്നെ കുറേ നേരത്തേക്ക് അതിൽ തന്നെ ആയിപ്പോവും. അപ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനുള്ള വിലയേറിയ സമയമാണ് ഇപ്പുറത്ത് പോകുന്നുണ്ടാവുക. സോ ഒന്നാമത്തെ കാര്യം, ഈ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടാതെ ആവുക എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്നാണെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സെറ്റിങ്സ് പോവുക, നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ്. ഇപ്പോൾ ആൻഡ്രോയിഡിലാണ് ഞാൻ കാണിക്കുന്നത്, സെറ്റിങ്സ് പോവുക. കാരണം കൂടുതൽ ആൾക്കാരും ക്ലാസ് മിക്കവാറും ആൻഡ്രോയിഡിലായിരിക്കും. സോ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പേരന്റൽ കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണാം. നിങ്ങൾ ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എത്രത്തോളം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ആപ്പ് എത്ര നേരം യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കറക്റ്റ് ഇവിടെ ഇപ്പം നോക്കിയിടാം. കോൺടാക്ട്സ് ആൻഡ് വേറെ എന്തോന്ന്, പിന്നെ യൂട്യൂബ്, അതൊക്കെയാണ് കണ്ടത്. എൻ്റെ ഇപ്പോൾ ഇത്രയും നേരത്തേക്ക് യൂട്യൂബൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ആപ്പ് എത്ര നേരം യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അനാലിറ്റിക്സ് വരെ നമുക്ക് കിട്ടും കേട്ടോ. അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ താഴത്തേക്ക് നിങ്ങൾക്ക് ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ ആ ഫോക്കസ് മോഡിൽ കയറിയിട്ട് ഏതൊക്കെ ആപ്സ് ആണോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഇല്ലാത്തത്, ഇപ്പം യൂട്യൂബ് നമുക്ക് അത്യാവശ്യമാണ്, മിക്കവാറും നമ്മുടെ യൂട്യൂബിലെ ക്ലാസ് നോക്കിയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ആപ്പ്, നമ്മൾ എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആപ്പ് അത്യാവശ്യമാണ്. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും PDF നോക്കാനുള്ള ആപ്പ് ഉണ്ടാവും, അപ്പോൾ ആ PDFൻ്റെ ആപ്പ് വേണ്ടി വരും അല്ലേ. ഇങ്ങനെയുള്ള ചില ആപ്പുകൾ ഉണ്ടല്ലോ, ഇത് മാത്രം ഒഴികെ ബാക്കി എല്ലാം
നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് ടിക്ക് ഇട്ട് വെച്ചേക്കുക. ഡിസ്ട്രാക്ഷൻസ് വരാൻ കൂടുതൽ സാധ്യതയുള്ളതായിട്ടുള്ള, അതായത് ഏതൊക്കെയാ, നമ്മുടെ ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, വാട്സപ്പ് ഇങ്ങനെയുള്ള ആപ്സ് ഒക്കെ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഗെയിമുകൾ, ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നതാണ്. സോ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടേക്കാം. അപ്പം എന്താണ്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറയും. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ഫോക്കസ് കൂട്ടുന്നതിനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ അലൗ ഓൺലി സ്റ്റഡി ആപ്സ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പ്, നിങ്ങൾ യൂട്യൂബ് ആണ്, നിങ്ങൾ യൂട്യൂബ് കാണുമ്പം യൂട്യൂബിലുള്ള ക്ലാസ് മാത്രം കാണുന്നു. യൂട്യൂബിൽ തന്നെ ഒരുപാട് വേറെ ഷോർട്സ് ആയിട്ടൊക്കെ കാര്യങ്ങൾ കാണൂല്ലേ. അപ്പം മക്കളെ അതിലേക്കൊന്നും പോവാതെ ശ്രമിക്കുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽസിനനുസരിച്ചിട്ടാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുക, ആദ്യം ഞാൻ പറഞ്ഞുതരാം, ആ ടിപ്പ് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ആ യൂട്യൂബിൽ നിങ്ങൾ ക്ലാസ് കാണുകയാണെങ്കിൽ മാക്സിമം ആ ഒരൊറ്റ ക്ലാസ്സിനോട് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ വേണ്ടി നോക്കുക. അതിൻ്റെ കൂടെ ഷോർട്സ്, എൻ്റെ പൊന്നുമക്കളെ ഒരു കാരണവശാലും ഷോർട്സ് കാണാൻ വേണ്ടി തുടങ്ങരുത്. ഷോർട്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടാവില്ല. അത് നമ്മൾ പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. ഇതിനൊക്കെ ഒരു അൽഗോരിതം അതാണ്. കാരണം എൻ്റർടൈനിങ് ആയിരിക്കും, ഏറ്റവും ഷോർട്ട് സ്പാനിൽ എൻ്റർടൈനിങ് ആക്കുക എന്നുള്ളത് ആ ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഷോർട്സ് ഉള്ളത്. സോ നമ്മൾ ഷോർട്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇത് തന്നെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞു ഷോർട്സ് ഇല്ലേ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഷോർട്സ്, അങ്ങനത്തെ ഷോർട്സ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സജഷൻ വരും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാനും ഒരു ഇതാക്കൂട്ടോ. അപ്പം നിങ്ങളുടെ അൽഗോരിതം നിങ്ങൾ വേണം പ്ലാൻ ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം നിങ്ങൾ എന്ത് കാണുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ അൽഗോരിതം വരിക. നമ്മൾ കൂടുതൽ ഫുഡ് റിലേറ്റഡ്, അതായത് ഭക്ഷണത്തിൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിറച്ചും ഭക്ഷണത്തിൻ്റെ വീഡിയോ ആയിരിക്കും ഈ പഠിത്തത്തിൻ്റെ തന്നെ ഇടയിൽ വരിക. ഇനിയിപ്പം ഒരു സെലിബ്രിറ്റി അവരുടെ കല്യാണം കഴിഞ്ഞതിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുണ്ടായതിൻ്റെയോ വിശേഷം നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നതിനിടയ്ക്ക് ഡിസ്ട്രാക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. സോ അതൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. യെസ്, അപ്പം പഠിക്കുന്ന സമയത്ത് യൂട്യൂബ് അല്ലെങ്കിൽ PDF റീഡേഴ്സ്, നോട്ട് ടേക്കിംഗ് ആപ്സ് ഇതൊക്കെ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഇത് മാത്രം ഓൺ ആക്കി വെക്കാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ്, സെറ്റ് ഫോൺ സ്റ്റഡി അവേഴ്സ്. ഫോണിൽ നോക്കി പഠിക്കാനായിട്ട് ഒരു ഇത്ര സമയം എന്നുള്ളത് നിങ്ങൾ മാറ്റി വെച്ചേക്കുക. അതായത് നമ്മൾ എപ്പോഴും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താ ഫോണിൽ മാത്രമാണോ നോക്കി പഠിക്കാനുള്ളതെന്ന്. അങ്ങനെയല്ല, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലും അല്ലെങ്കിൽ നമുക്ക് വേറെ നമ്മുടെ പ്രിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എഴുതിയെടുക്കുന്ന നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട്. സോ നിങ്ങൾ ഫോൺ അവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടി ഇത്ര സമയം എന്നുള്ളത് മാറ്റി വെക്കുക. ഇപ്പം ലൈവ് കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ 7:30 to 9 ഒക്കെ ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ലൈവ് ഉണ്ടാവുക അല്ലെ. ഒരു സാധാരണ ഒരു ലൈവ് എടുക്കുമ്പോൾ 7:30 to 9 ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ അന്ന് ആ ഒരു 7:30 to 9 ലൈവ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ വീഡിയോസ് ഒന്നും അന്ന് കാണാതെ നോക്കുക. ഓക്കെ, അന്ന് കൂടുതലായിട്ട് ഫോണിൽ നോക്കി പഠിക്കാതിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ, ആ പഠിച്ച കാര്യങ്ങളെ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടെ റിവൈസ് ചെയ്തെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടൊരു സമയം കണ്ടുവയ്ക്കുക. ഇനിയിപ്പോൾ അതല്ലാതാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് കാണുക. അതായത് ആ ഒരു ഫുൾ പഠിത്തവും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓൺലൈനിൽ മാത്രമാക്കി കളയരുത്. കുറച്ചൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും വെച്ച് മാത്രം പഠിക്കുക. അതായത് ഇതിനൊരു ടൈം സെറ്റ് ചെയ്ത് വെക്കുക. അതാണ് അടുത്തൊരു കാര്യം. ഈ പറയുന്ന ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് വീഡിയോസ് കണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പം നിങ്ങൾ മാത്സിൻ്റെ അല്ലെങ്കിൽ സയൻസിൻ്റെ ഒക്കെ ഓരോ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. എന്താണ്, വാച്ച്, പോസ്, പ്രാക്ടീസ്. കാണുക, പോസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മളൊരു വീഡിയോ കാണുക, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾ സയൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് കണ്ട് അത് ഏകദേശം കണ്ട് നിങ്ങൾ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതൊന്ന് പോസ് ആക്കി വെക്കുക. എന്നിട്ട് അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടതെന്നുള്ള പോയിന്റ്സ് ആയിരിക്കും ടീച്ചർ പറഞ്ഞു തരുന്നുണ്ടാവുക. സോ എന്ത് ചെയ്യുക, ആ ഒരു പോയിന്റ്സ് മനസ്സിലാക്കി വെച്ച ശേഷം സ്വന്തം നിങ്ങളൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതി നോക്കുക, നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ എഴുതി നോക്കുക. എന്നതിന് ശേഷം ബാക്കി വീഡിയോ കാണുക. അപ്പൊ ആ ബാക്കി വീഡിയോനകത്ത് ആ ബാക്കി ക്യാരക്ടർ സ്കെച്ച് ആ ടീച്ചർ പറയുന്നുണ്ടാവും അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, ഓക്കെ ഇതാണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ എഴുതിയത് എവിടെ നിൽക്കുന്നു എന്നുള്ളതും ടീച്ചർ എക്സ്പെക്ട് ചെയ്യുന്നത് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മൾ ഇനി കൂടുതൽ എഴുതുന്നത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മാത്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കുക. ഒരു 2-3 പ്രോബ്ലംസ് ചെയ്ത ശേഷം ബാക്കിയുള്ള വീഡിയോ കാണുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത്, അതായത് ആക്റ്റീവ് ലേണിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ അറിയാതെ വേറെ സ്ക്രോളിങ്ങിലേക്ക് പോവാതെ എന്താ പറയുക, നമ്മളെ പഠിത്തത്തിനോട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ഈ ഒരു ടിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി 5ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടൊരു പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുക. അതായത് നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് പുതിയതായിട്ട് ഉണ്ടാക്കി വെക്കുക. എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ വേണ്ടി പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ ഗൂഗിൾ
സെർച്ച് ചെയ്യാനും അതേപോലെ തന്നെ യൂട്യൂബ് കാണാനും വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് വേറെ ഉണ്ടാക്കി വെക്കുക. മിക്കവാറും നിങ്ങളൊക്കെ തന്നെയും എന്താ ചെയ്യുന്നുണ്ടാവുക, പേരൻസിന്റെ ഗൂഗിൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരൊറ്റ ഗൂഗിൾ യൂസ് ചെയ്തിട്ട് എല്ലാ സംഗതികളും, അതായത് അതിൻ്റെ അകത്ത് നിങ്ങൾ കാർട്ടൂൺ കാണുന്നുണ്ടാവും, അതേപോലെ തന്നെ സെലിബ്രിറ്റീസിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും, പഠിക്കുന്നത് നോക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ മറിച്ച് മിക്സപ്പ് ചെയ്ത് വെക്കാതെ ഒരു ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കുക. ആ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ സെർച്ച് ചെയ്യുള്ളൂ. പഠിക്കാൻ ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ, ഇത് മാത്രമേ ഞാൻ ആ ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ, അത് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഗൂഗിളിലായാലും ഞാൻ അത് മാത്രമേ സെർച്ച് ചെയ്യുള്ളൂ എന്ന് ഉറപ്പിച്ച് വെക്കുക. അപ്പം എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വരുന്ന സജഷൻസും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈലിൽ വരുന്ന വീഡിയോസ് കൂടുതൽ എന്തായിരിക്കും, ഈ സ്റ്റഡി റിലേറ്റഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ എങ്ങാനും ഡിസ്ട്രാക്റ്റഡ് ആയി പോയി കഴിഞ്ഞാലും, അതായത് വേറെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെന്നാണെങ്കിലും പഠിത്തമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് കുറേ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, കുറച്ചും കൂടെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി ലാസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടിപ്പല്ല, ഇത് നിങ്ങളുടെ വിൽ പവറിനെ മാത്രം ബേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ പടത്തിൽ കാണുന്ന പോലെ പാണ്ടിപ്പട സിനിമയിലുള്ളൊരു സീനാണിത്. എന്താണ്, എൻ ഉയരണ്ണനക്ക് എൻ ഉടലണ്ണനക്ക് ഞാൻ കാതലിക്ക മാട്ടെ ഞാൻ കല്യാണം പണ്ണ മാട്ടെ എന്ന് പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു പ്ലാനിങ് വേണം. ഓക്കെ, നമ്മൾ എന്തോരം ടിപ്പ് തന്നു കഴിഞ്ഞാലും ഏറ്റവും അവസാനം നമ്മളാണ് ഫോൺ നോക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? അപ്പൊ ഇത് അതായത് നിങ്ങളാണ് ഫോൺ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളൊരു വിൽ പവർ വേണം. ഞാൻ ഇത് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന വേറെ ഫുഡിന്റെ വീഡിയോസ് വരും, അല്ലെങ്കിൽ വേറെ സെലിബ്രിറ്റി വീഡിയോസ് വരും, ഞാൻ ഇതൊന്നും കാണില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ പഠിക്കുക മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? ഐ വിൽ യൂസ് മൈ ഫോൺ ഓൺലി ഫോർ ലേണിംഗ് ഡ്യൂറിങ് സ്റ്റഡി ടൈം. പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഫോൺ യൂസ് ചെയ്യുള്ളൂ. നോ ഗെയിം, നോ ചാറ്റിംഗ്, ഐ കൺട്രോൾ ദ ഫോൺ, നോട്ട് ദ അതർ വേ അറൗണ്ട്. അതായത് ഞാനാണ് ഫോണിനെ കൺട്രോൾ ചെയ്യുന്നത്, ഫോൺ എന്നെയല്ല കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. എന്നാൽ തന്നെ എന്താണ്, കുറേ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് തന്നെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. കാരണം നമ്മൾ എന്തോരം ടിപ്സ് പറഞ്ഞിട്ടും കാര്യമില്ല മക്കളെ, ഇത് അവസാനം നിങ്ങളുടെ കയ്യിലാണ് എത്തുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഏറ്റവും വലിയൊരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കുക, എന്ത്, ഞാൻ ഫോണിൽ പഠിക്കുന്ന സമയത്ത് അത് പഠിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ചാറ്റിങ്ങിന് ഞാൻ പോവില്ല, വേറെ ഗെയിംസ് ഒന്നും ഞാൻ കളിക്കില്ല, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ പഠിക്കാൻ എനിക്ക് ഫോൺ കൈ കിട്ടുമ്പം ഞാൻ പഠിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതല്ലാതെ നമുക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ കുറച്ച് നേരം വേറെ എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോയിൽ. എനിക്കൊന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ അതൊന്നും എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.